ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലും ഒരു സിഗ്നൽ തരണേ. ഓൾറെഡി ഒരു വട്ടം ഞാൻ മെസ്സേജ് ഈ കാരണത്തെ മാറ്റി വെച്ചു. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ജോസ്മിക്ക് മിസ്സൈഡ് പോലെ അത് മെസ്സേജ് കിട്ടിയത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ആർക്കത് അങ്ങനെ കിട്ടാതിരിക്കാതിരിക്കാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായും ദൈവം എന്നെ ബലപ്പെടുത്തുമെന്ന്. ദൈവം എന്ന ചിന്തകളിലേക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി വരുമ്പോൾ ശ്രമിക്കുന്ന അടിയങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ കർത്താവ് സാന്നിധ്യത്തിലും പരിശുദ്ധാത്മാവിന്റെ സഹായത്തിലും കർത്താവ് ഇത് ഗ്രഹിപ്പാനും കർത്താവ് ഇത് കേൾപ്പാനും അത് വ്യാഖ്യാനിക്കുവാനും കർത്താവ് അടിയ ഓരോരുത്തർക്കും വേണ്ടത് കർത്താവ് ഉൾക്കൊള്ളുവാനും സഹായിക്കുമാറാണ്. സാന്നിധ്യം നൽകിയതിനായി സ്തോത്രം യേശുവിനാമം. ആമേൻ. എന്നെ ചിന്തിപ്പിച്ചത് വാക്യം എന്ന് പറയുന്നത് സങ്കീർത്തനം 117 സങ്കീർത്തനമാണ്. ഞാൻ തന്നെ വായിക്കാം. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവീൻ. നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്, യഹോവയെ സ്തുതിപ്പീൻ. വളരെ നമുക്കറിയാം, സങ്കീർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയതായ ഒരു സങ്കീർത്തനമാണ് 117 സങ്കീർത്തനം. എന്നാൽ ഏറ്റവും ശക്തമായ ദൈവവചനമാണ്. എല്ലാം ശക്തം തന്നെയാണ്. എന്നാൽ ഈ ചെറിയ 2 വാക്യങ്ങളിൽ കൂടി വളരെ ശക്തമായ കാര്യങ്ങൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നു എന്ന് നമുക്കും മനസ്സിലാക്കാൻ പറ്റും. ഇതിനു മുമ്പും ഇതിനെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഞാനിവിടെ നിൽക്കുമ്പം നേരത്തെ ഞാൻ ഈ മെസ്സേജൊക്കെ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നതാണ്. പക്ഷേ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാവിലെ ഒരു 6 മണിയായി ഞാനൊന്ന് കിടന്നപ്പോൾ. ആകെ ഒരു മണിക്കൂറിൻ്റെ ഉറക്കം ഇന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ആ രാത്രികളിൽ ദൈവം വ്യത്യസ്തമായ ചില ചിന്തകളും എൻ്റെ ഹൃദയത്തിലേക്ക് തന്നു. അപ്പം എന്താണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് എഴുതി വെച്ച പേപ്പറുകളേക്കാൾ ഉപരി എന്നെ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പം എന്താണെന്നുള്ളതിൻ്റെ ഞാനും പ്രീപ്ലാൻ ചെയ്തിട്ടില്ല. കാരണം വ്യത്യസ്തമായ പല ചിന്തകളും ദൈവം എൻ്റെ ഹൃദയത്തോട് സംസാരിക്കുവാനിടയായി തീർന്നു. 117 സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്കുകളിൽ പറയുന്നത്, സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവീൻ. വലിയൊരു ദൈവത്തിന്റെ ഒരു സ്നേഹം, അതായത് നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ദൈവം എല്ലാവരുടെയും ദൈവമാണ്. ഏത് മനുഷ്യനും, ഏത് ജാതിയിലുള്ളവർക്കും, ഏത് വംശത്തിലുള്ളവർക്കും, ലോകത്തിരിക്കുന്ന ആർക്കും, എവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും ഈ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ദൈവത്തെ സ്തുതിക്കുവാനുള്ള അവകാശമുണ്ട്. ഈ ദൈവത്തെ സ്തുതിക്കുവാനായി ദൈവം സങ്കീർത്തനക്കാരൻ ആഹാരം ചെയ്യുന്നത് പോലെ ദൈവം അതിനായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രത്യേക മതത്തിൻ്റെയോ പ്രത്യേക വ്യക്തികളുടെയോ പ്രത്യേക വിഭാഗത്തിൻ്റെയോ ദൈവമല്ല നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് സകലരുടെയും ദൈവമാണ്. ഇന്ന് ഈ യുദ്ധവേളകളിലായിരിക്കുമ്പോൾ പലവിധമായ പ്രയാസങ്ങൾ നമുക്കുണ്ട്. പലരും പല പ്രയാസങ്ങളിൽ കൂടെ ഇന്ന് സാക്ഷ്യങ്ങളെ കേട്ടതുപോലെ അല്ലാതെയും നമുക്കറിയാൻ കഴിയും. പലരും അവരുടേതായ വ്യക്തിപരമായ വിഷയങ്ങളിലാണെങ്കിലും മറ്റു പല വിഷയങ്ങളിലും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളായിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ, നമ്മൾ ചിന്തിക്കേണ്ടതായ ഏറ്റവും വലിയൊരു പരമമായ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മേൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ സമയങ്ങളിലൊക്കെയും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിലെ സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായി നമ്മൾ കടപ്പെട്ടവരാണ്. പല യുദ്ധങ്ങളും പല പ്രശ്നങ്ങളും പലതും നടക്കുമ്പോഴും അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെതായ ഒരു ഹിതമുണ്ട്, ദൈവത്തിൻ്റെതായ ഒരു പദ്ധതിയുണ്ട്. ഒരു രാജ്യത്തിന് വേണ്ടി നമ്മൾ പക്ഷം ചേർന്ന് ചിലപ്പം സംസാരിച്ചേക്കാം, ചില വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പക്ഷം ചേർന്ന് ചിലപ്പോൾ സംസാരിച്ചേക്കാം, നമ്മുടെ രാഷ്ട്രീയ ബോധങ്ങൾ വെച്ച് നമ്മൾ ചിലപ്പോൾ സംസാരിച്ചേക്കാം. എന്നാൽ നമ്മളുടെ ദൈവം എല്ലാവരെയും അറിയുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു. ഈ ദൈവത്തിന്റെ സ്നേഹം എല്ലാവരിലേക്കും എത്തണം എന്നുള്ളതും ദൈവത്തിന്റെ ഹിതമാണ്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനകളിൽ സകലരെയും ഓർക്കേണ്ടത് നമ്മുടെ ഒരു പ്രധാനമായ ആവശ്യമാണ്. ഓരോ സമയത്തും ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ ഒരു ഭാഗത്തെയും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ഇറാനിൽ അനുഭവിക്കുന്ന ജനവും ബഹ്റിനിൽ അനുഭവിക്കുന്ന ജനവും ഇസ്രയേലിൽ അനുഭവിക്കുന്ന ജനവും എല്ലാവരെയും കണ്ണീരൊന്നാണ്, എല്ലാവരുടെ വേദനയാണ്. അപ്പോൾ എല്ലാ ജനത്തിനെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ
ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും സന്തോഷവും എല്ലാവരിലേക്കും എത്തിച്ചേരുവാൻ, എല്ലാവരും ആ ഒരു ആത്മീയ നിർവൃതിയിൽ നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് കിട്ടിയ ധൈര്യം എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട്, ദൈവത്തെ അറിഞ്ഞതുകൊണ്ട്, ആ സ്നേഹവും കരുതലും അറിഞ്ഞതുകൊണ്ട് കിട്ടിയ ധൈര്യത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് സംശയം പറഞ്ഞ പോലെ ഇതിന്റെ മധ്യത്തില് അനേകര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആത്മഹത്യ വരെ ചെയ്താലോ എന്ന് ചിന്തിക്കുന്ന ജനമുണ്ട്. അത്ര പോലും ഹൃദയത്തില് ഈ പ്രശ്നങ്ങളുടെ നടുവിലോ ഓവർ തിങ്കിങ് ആയിട്ട് ഇനി എന്ത് ചെയ്യും, നാളെ ഞാൻ എന്ത് ചെയ്യുമെന്ന ചിന്തകളാൽ സ്വയം ജീവിതം നശിപ്പിക്കുവാനിരിക്കുന്ന ജനമുണ്ട്. അവരുടെയൊക്കെ നടുവിൽ വ്യത്യസ്തമായി വളരെ സന്തോഷത്തോടെ യാതൊരു കാര്യങ്ങളെക്കുറിച്ച് സകലതും ദൈവത്തിൽ വിട്ടുകൊടുത്തുകൊണ്ട് വളരെ ധൈര്യത്തോടെ നമ്മൾ ആയിരിക്കുന്നത് ദൈവം നമ്മളോട് കാണിച്ച കരുണയാണ്, ദൈവം നമുക്ക് തന്ന ദയയാണ്. ആ ദൈവത്തെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ നമ്മൾ ഇന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ സകല ജാതികൾക്കും സകല വംശങ്ങൾക്കും അവകാശമായ സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന ആ ദൈവത്തെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ അറിഞ്ഞിരിക്കുന്ന ആ സന്തോഷവും സ്നേഹവും അവരിലും എത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും എന്നെ ചിന്തിപ്പിക്കാനിടയായ ഒരു കാര്യം, ഈ അടുത്തിടകളിൽ നമ്മൾ കാണുവാനിടയായി പെന്തക്കോസ്ത് ഭാഗത്തെ ഒരു പ്രത്യേക മതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെ കൂട്ടിച്ചേർക്കുവാനിടയായി, അല്ലെ പ്രത്യേകമായ ഒരു ഐഡന്റിറ്റി നമുക്ക് ലഭിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ. കാരണം നേരത്തെ ആക്കാതിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് അതുപോലെ രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എല്ലാം നല്ലതിനാണ്, എല്ലാം നല്ലത്, ഞാൻ ഒന്നിനെയും കുറ്റം പറയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ ചിന്തകളിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യമുണ്ട്. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മതമല്ല, അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലോ ഒതുങ്ങിക്കൂടേണ്ടതല്ല. പെന്തക്കോസ്ത് ഒരു അനുഭവമാണ്. പെന്തക്കോസ്ത് നാൾക്ക് നാൾ ഓരോരുത്തരിലും വർദ്ധിച്ചു വരേണ്ട അനുഭവമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ദൈവമക്കളെ കൂടെ ഓരോരുത്തരെയും ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരമാക്കി ഏറ്റെടുത്ത് അവരിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് നമ്മളുമേ ക്രിസ്തുവിന്റെ സ്നേഹവും കരുതലും ദയയും അയച്ച് രക്ഷയെ അയച്ച് ആ പരിശുദ്ധാത്മാവിനെ നമ്മളുമേ പകർന്നിരിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ അവരിൽ വളരുവാനായിട്ടാണ്. ഓരോ ദിവസം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഈ പ്രകാശത്തെ കൊടുക്കുവാനായിട്ടാണ്. അതൊരു അടിസ്ഥാനത്തിന്റെ മേൽ നിന്നു പോകേണ്ടതായ കാര്യമല്ല, ഒരു മതചാരത്തിന് മേലോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എന്നതിൻ്റെ മേലോ നിന്നു പോകേണ്ട കാര്യമല്ല. ഓരോ സാഹചര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെയും ചിലപ്പോൾ നമുക്ക് അനുകൂലമായി തീർന്നിരിക്കാം, അതൊക്കെ നമുക്ക് നല്ലതായിരിക്കാം, അതൊക്കെയും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതായിരിക്കാം, അതിൽ സന്തോഷിക്കുക, അത് കുഴപ്പമില്ല. എന്നാൽ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ അതിൽ പെട്ടുപോകാനിടയായിരിക്കും. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് അനുഭവമാണ്. അത് നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരപ്പെടേണ്ട കാര്യമാണ്. ക്രിസ്തുവിൽ ഓരോ ദിവസവും വളരുക എന്നത്, ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവിൽ ഓരോ ദിവസം പുതുക്കം പ്രാപിക്കുക എന്നത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ്. ഓരോ വ്യക്തികളിൽ നിന്നും ഇത് വ്യാപരിക്കപ്പെടേണ്ടതാണ്. സുവിശേഷം ഇവിടെ നിൽക്കുവാനുള്ളതല്ല, നമ്മൾ അറിഞ്ഞ സന്തോഷം ഇവിടെ നിൽക്കുവാനുള്ളതല്ല, നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന ശക്തിയും ഇതിൽ നിന്ന് പോകുവാനുള്ളതല്ല, അത് വർദ്ധിക്കേണ്ടതാണ്. അപ്പം ഈ ഒരു ചിന്താഗതിയെ ദൈവം എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തരുവാനായിട്ട് ഇടയായിരുന്നു. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സന്തോഷിക്കുമ്പോൾ തന്നെയും നമ്മുടെ അതായത് മുന്നോട്ടുള്ള നമ്മുടെ യാത്രകളിൽ ഇതൊരിക്കലും പെട്ടുപോകുവാൻ അല്ലെ അതിൽ തന്നെ കുടുങ്ങിപ്പോകുവാൻ ഇടയായി തീരരുത് എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. വിലാപങ്ങൾ 3:22-23 ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. നാം ഒഴിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ഹല്ലേലൂയ. നാം ഒടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ഓരോ ദിവസവും നമ്മളുടെ കഴിവല്ല നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്, നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ ഓരോന്നും നേടിയിരിക്കുന്നത്, അത് ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവം നമ്മളോട് കാണിച്ച് നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നതും ദൈവത്തിൻ്റെ ദയയാണ്. നമ്മൾ നശിച്ചു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. നമ്മൾ വീണു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. മറ്റുള്ളവർ വീഴുമ്പോൾ നമ്മൾ ചിന്തിക്കും, അവൻ വീണു പോയിന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷെ നമ്മളെ താങ്ങി നിർത്തുന്ന ഒരു കർത്താവിൻ്റെ കരുണയുള്ളത് കൊണ്ടാണ് നമ്മൾ അതിലേക്ക് പെട്ടുപോകാതിരിക്കുന്നത്. അതുപോലെ തന്നെ അത് രാവിലെ തോറും പുതിയതും ദൈവത്തിൻ്റെ വിശ്വസ്തത എന്താണ് വലിയതുമാകുന്നു.
ദൈവത്തിന്റെ വിശ്വസ്തയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ ലോകത്തിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും അല്ലെ മുമ്പ് കാലങ്ങളിൽ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ആശ്രയം വെച്ച പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കഴുതി കൂട്ടി വെച്ചിരുന്ന ചില മനുഷ്യരുടെ അനുഭവങ്ങളെ കണ്ടാൽ അവർ ആയുസ് മുഴുവൻ മുടക്കി സമ്പാദിച്ചു വെച്ച കാര്യങ്ങൾ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. അവർ ആശ്രയം വെച്ച പലതും നഷ്ടപ്പെട്ടു പോകുമ്പോഴും അല്ലെ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ആശ്രയം വെക്കുന്ന പലതും നഷ്ടപ്പെടുമ്പോഴും നശിക്കാത്തതായ ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സ്നേഹവും വിശ്വസ്തതയുമാണ്. ദൈവം നമ്മളെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനാണ്. ഒരു വഴിയിൽ നമ്മളെ ഇട്ടു പോകുന്ന ദൈവമല്ല നമ്മളോട് കൂടെ ഉള്ളത്. ദൈവം നമ്മളോട് കൂടെ എന്നുമുണ്ട്. അവന്റെ വിശ്വസ്തത നമ്മളെ പരിപാലിക്കുന്നു. അവന്റെ ദയ നമ്മളോട് തീർന്നു പോയിട്ടില്ല. അവന്റെ ദയ എന്നും നമ്മളോട് കൂടെയുണ്ട്. നമുക്ക് വചനങ്ങൾ അറിയാം, അത് എത്രത്തോളം വലിയതാണെന്നുള്ളത് നമുക്ക് വചനങ്ങളെ കുറിച്ച് അറിയാം. അതുപോലെ എബ്രായർ 10:23 പറയുന്നു, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക, വാഴ്ത്തത്വം ചെയ്യുന്നവൻ വിശ്വസ്തനല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിറഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്, അല്ലെ, പ്രത്യാശയുണ്ട്. ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും, ഈ ലോകത്തിൽ കഷ്ടതയുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്വന്തം ഭവനത്തിലേക്ക് ചെല്ലുവാനുള്ള നമ്മുടെ പ്രത്യാശ, നമുക്കായി കാത്തിരിക്കുന്ന നമ്മുടെ ദൈവത്തെ, നമ്മുടെ കാന്തിനെ കാണുവാനായിട്ട് നമുക്ക് ചെല്ലുവാനുള്ള നമ്മുടെ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയ്ക്ക് ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും അതിന് ഫലം വരുത്തുവാൻ കഴിയുകയില്ല. അബ്രഹാമിന്റെ ജീവിതത്തെ നോക്കിയാലും വാഴ്ത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും. തന്റെ വാക്കുകളെ കേട്ടുകൊണ്ട് കാണാത്തടത്തേക്ക് ആ അബ്രഹാം യാത്ര തിരിച്ചു. അബ്രഹാം സാരം യാത്ര തിരിച്ചപ്പോൾ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു അവരുടെ മേല്, ഈ മണൽത്തരി പോലെ നിനക്ക് സന്തതികളെ നൽകുമെന്ന്, അല്ലെ, ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ പോലെ, കാണുന്ന നക്ഷത്രങ്ങളെ പോലെ നിനക്ക് സന്തതികളെ തരുമെന്ന്. അബ്രഹാം സാറയും യാത്ര തിരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. എത്ര വർഷങ്ങൾ അവർ നടന്നു. അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതെയായി. ഇനിയൊന്നും നടക്കില്ലെന്ന് നമ്മൾ വൈദ്യപരമായി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, അവർ തന്നെയും ചിന്തിച്ച ഒരു നിമിഷമുണ്ട്. മണൽത്തരി പോയിട്ട് ഒരു മണല്, അത്രയും നക്ഷത്രങ്ങളെ പോയിട്ട് ഒരു നക്ഷത്രത്തെ കാണാൻ കഴിഞ്ഞില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ പക്ഷേ അവരുടെ ജീവിതത്തിൽ അവരെപ്പോഴെങ്കിലും പ്രയാസപ്പെട്ടോ, അവരെടുത്തു വെച്ച കാല് പുറകോട്ടാക്കുവാനിടയായോ? കനാൻ ദേശത്തേക്കുള്ള അവരുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അവരോട് ചെയ്ത വാഴ്ത്തത്വം അവിടെ നടക്കാതിരിക്കുമ്പോഴും അവർ പിറകത്ത് പുറകോട്ട് പോകുവാൻ നോക്കിയില്ല. അവർ കേട്ട ശബ്ദത്തിന്മേല് അവർ കാണാത്ത ദേശത്തെ തേടി അവരുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അവർ വിശ്വസ്തരായിരുന്നു. അവർ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളെ അവർ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ തക്ക സമയത്ത്, ഇമ്പോസിബിൾ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ദൈവം അതിന്റെ വാഴ്ത്തത്വം നിർത്തിക്കുവാനായിട്ട് ഇടയായി. നമ്മുടെ ജീവിതത്തിലെ പല വാഴ്ത്തത്വങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പല വിഷയത്തിനുമേൽ നമ്മൾ ഭാരപ്പെടാറുണ്ട്. ഇത് നടക്കത്തില്ലെന്ന് നമ്മൾ തന്നെ വിധി എഴുതിയ കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവം നമ്മളോട് വാഴ്ത്തത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം വാഴ്ത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവന് ഒരു കാലത്തും അത് ചെയ്യാതെ ഇരിക്കുകയില്ല. അവൻ അത് ചെയ്തിരിക്കും. തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറക്കുവാനായിട്ട് ഇടയായിത്തീരും. യോസഫിനെ കുറിച്ച് പറയാനാണെങ്കിലും വളരെ സ്നേഹത്തിലും നന്മയിലും ജീവിച്ചു. പിതാവിന്റെ പ്രത്യേകമായ സ്നേഹത്തെ വളർന്നു. അവൻ ദർശനം കാണുവാനിടയായി തീർന്നു. തൻ്റെ പിതാവും സഹോദരങ്ങളും വണങ്ങുന്നതായിട്ടൊക്കെ. എന്നാൽ പെട്ടെന്ന് അവന്റെ ജീവിതത്തിൽ ഒരു പൊട്ടക്കിണറിന്റെ അനുഭവം കടന്നു വരുവാനിടയായി തീർന്നു. ദർശനം മുന്നിലുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ തുടങ്ങിയ ജീവിതവുമാണ്. എന്നാൽ ഒരു തെറ്റും ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ പൊട്ടക്കിണറിന്റെ അനുഭവം വന്നു. ആ പൊട്ടക്കിണറിൽ നിന്ന് വീണ്ടും എടുക്കപ്പെട്ടു പോയത് പോത്തിഫറിന്റെ ഭവനത്തിലേക്കാണ്. അവിടെയും വിശ്വസ്തനായിരിക്കാൻ യോസഫിന് കഴിഞ്ഞു. ആ യോസഫിനോട് കൂടെ, വിശ്വസ്തനായ യോസഫിനോട് കൂടെ ദൈവവും കൂടെ. അവൻ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും ദൈവത്തിന്റെ കരുണ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം അവനെ അവിടെയും മാനിക്കുവാനിടയായി തീർന്നു. ഏറ്റവും മേലിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം, വിശ്വസ്തയോടെ അവനെ പരിപാലിക്കുന്ന ദൈവത്തെ കാണുവാൻ തക്കവണ്ണം അവിടെയും ദൈവം സഹായിച്ചു. ആ കഷ്ടതയിലും ആര് കൂടെയിരുന്നു? ദൈവം കൂടെയിരുന്നു. നമ്മുടെ കഷ്ടത കാണുമ്പോൾ മറ്റു പലരും വിട്ടിട്ട് പോയിരിക്കാം, അല്ല ആരുമില്ല എന്ന് നമുക്ക് തോന്നിയിരിക്കാം. പക്ഷെ നമ്മുടെ ദൈവം ഒരിക്കലും നമ്മളെ വിട്ടു മാറുന്നില്ല. ആ ദൈവം നമ്മളോട് കൂടെ ഇരുന്ന്, അവൻ നമുക്ക് വേണ്ടി ചെയ്ത പദ്ധതികളിൽ നമ്മളോടൊപ്പം ഇരുന്ന് നമ്മളെ പണിഞ്ഞ്, നമ്മളെ മിടുക്കരാക്കി മാറ്റി, നമ്മളെ മാനിച്ച്, നമ്മളെ ഓരോ കഷ്ടതയും വരുമ്പോഴും നമ്മൾ ആ പദ്ധതിയിലേക്ക് എത്തപ്പെടുകയാണ്. അവന്റെ ഒരു പ്രത്യേകമായ ദൗത്യത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണ്. അതിനുവേണ്ടി മുന്നിൽ ഒരു വലിയ ഒരു വിജയം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ദൈവം നമ്മളെ മാറ്റി നിർത്തിയിട്ട് നീ ഒറ്റയ്ക്ക് പോയി അനുഭവിക്കുന്ന പറഞ്ഞിട്ടല്ല നമ്മളെ ഇതിലേക്കൂടെ കടത്തിവിടുന്നത്. അവൻ കൂടെ നിന്ന് നമ്മളെ പറഞ്ഞു. പോത്തിപ്പറിൽ നിന്ന് പിന്നെ പോയത് ജയിലറിലേക്കാണ്. അവിടെയും ദൈവം എന്ത് ചെയ്തു? മാനിക്കുവാനിടയായി തീർന്നു. വർഷങ്ങൾക്ക് മുമ്പേ ചെയ്ത, അല്ല ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരുക്കപ്പെട്ട കാര്യം, യോസഫിനെ അതിനായി ദൈവം ചൂസ് ചെയ്യുവാനിടയായി തീർന്നു. ആ ഇസ്രായേൽ എന്ന രാജ്യത്തിന് വേണ്ടി, ഇസ്രായേൽ ക്ഷാമകാലത്ത് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ
അതിനു മുന്നമേ യോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ദൈവം നടത്തിയെന്ന് പറയുന്നത് എന്തിന്? ക്ഷാമകാലത്തിന് മുന്നമേ എന്നെ ദൈവം അതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ദൈവം വലിയ പദ്ധതികളുടെ ഭാഗമായിട്ട് നമ്മളെ ചിലപ്പോൾ കഷ്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടി വരാം. പൊട്ടക്കിണറിന്റെയും പോത്തിഫറിന്റെ വീട്ടിൽ നിന്നെയും ഒക്കെ നമ്മൾ സഹിക്കേണ്ടി വരാം. ജയിലറകളിൽ നമ്മൾ കിടക്കേണ്ടി വരാം. എന്നാൽ ദൈവം ഒരു കാര്യം ഓർക്കുക, ദൈവം വിശ്വസ്തനാണ്. ദൈവം ഏത് സമയത്തും നമ്മളോട് കൂടെയുണ്ട്. അവൻ വലിയൊരു പദ്ധതി നമ്മളെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെക്കുറിച്ച് അവനൊരു പ്രത്യാശയുണ്ട്. നമ്മളെക്കുറിച്ച് അവനൊരു വാഴ്ത്തമുണ്ട്, ഒരു ദൗത്യമുണ്ട്. അതിനായി നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. തക്ക സമയമാകുമ്പോൾ യോസഫിനെ ഒരുക്കി അവിടെ നിർത്തിയതുപോലെ, ഫറവോന്റെ മുന്നിൽ നിർത്തിയതുപോലെ നമ്മളെയും ദൈവം തന്റെ ഉദ്ദേശത്തിനായി അവിടെ നിലനിർത്തുന്നത്. ദാനിയേലിന്റെ ജീവിതത്തിൽ നോക്കാമെങ്കിൽ ദാനിയേലും പ്രവാസിയായി കടന്നു വന്നു, പിടിക്കപ്പെട്ടവനായി കടന്നു വന്നു. എന്നാൽ അവിടെയും തന്റെ ദൈവത്തോടുള്ള വിശ്വസ്തതയെ കൈവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെയും ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുവാൻ ആർക്ക് കഴിഞ്ഞു? ദാനിയേലിന് കഴിഞ്ഞു. ദാനിയേലും തന്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേരും തീയിൽ അകപ്പെട്ടപ്പോഴും അവിടെ ആരിറങ്ങി വന്നു? 4-മനായി ദൈവം ഇറങ്ങി വരുവാൻ തക്കോണിടയായി തോന്നുന്നു. ഒരു പരീക്ഷണത്തിന്റെ നടുവിൽ നമ്മളെ വിട്ട് കളഞ്ഞിട്ട് മാറി നിൽക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. തന്നിലേക്ക് ആശ്രയിക്കുന്നവനെ അധികമായി ചേർത്ത് പിടിച്ചുകൊണ്ട് അവനോടൊപ്പം നടന്ന ആ വഴി അതിൽ കൂടെ വിജയം കണ്ടെത്തുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. തന്റെ വിശ്വസ്തത മാറിപ്പോകാനോ തന്റെ വാക്കുകൾ മാറിപ്പോകാനോ ദൈവം ഒരിക്കലും മനുഷ്യനല്ല. ആ ദൈവത്തെ ആശ്രയിക്കുന്നവനെ കരങ്ങളിൽ കൂടെ പിടിച്ച് എത്ര പ്രതിസന്ധികൾ ഉണ്ടാകത്തില്ല എന്നല്ല. ദൈവത്തെ ആശ്രയിക്കുന്നവനെ പ്രതിസന്ധികൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, കഷ്ടതകൾ ഉണ്ടാവും. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ ഒരു ധൈര്യവും ദൈവം തരുകയും ചെയ്യും. ദൈവം കൂടെ നടത്തി അതിന്മേൽ നടത്തി അതിനെ മുന്നിൽ എത്തിക്കുവാൻ തക്കോണം ഇടയായി തീരും. ലോത്തിന്റെ ജീവിതത്തെ നോക്കാമെങ്കിൽ നമ്മൾ ആദ്യം വായിച്ചതുപോലെ ദൈവത്തിന് ഏതെങ്കിലും ഒരു വിഭാഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ജാതിയോ അല്ലെങ്കിൽ ഒരു വംശത്തെക്കുറിച്ച് മാത്രമല്ല, ദൈവം തന്നിലേക്ക് ആശ്രയിക്കുന്ന, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരെയും സ്നേഹിക്കുന്നു എന്നുള്ളത് വീണ്ടും മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ലോത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നോക്കാമെങ്കിൽ നമുക്കറിയാം, ലോത്ത് ഏത് വംശജയായിരുന്നോ? മോവാബി സ്ത്രീ ആയിരുന്നു. മോവാബി സ്ത്രീ ആയിരുന്ന അല്ലേ അത്രയും ഇസ്രായേലിന് ശത്രു രാജ്യമായിരുന്ന, ശത്രു ആൾക്കാരായിരുന്ന, അല്ലെ ഇസ്രായേൽ മുടിഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന, അല്ലെ ഒരു 10 തലമുറ പോലും ദേവാലയത്തിൽ കടക്കില്ലെന്ന് അരുളി ചെയ്ത ആ ഒരു വംശജ ആയിരുന്നിടത്തു നിന്ന് നവോമിയോട് ചേർന്ന് നിന്റെ ദൈവം എന്റെയും ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തെ, ഇസ്രായേലിന്റെ ദൈവത്തെ ഏറ്റെടുത്ത രൂത്ത് പിന്നീട് യേശുവിന്റെ വംശാവലികളിൽ വരുവാനിടയായി തീർന്നു. വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണല്ലേ. അതിൽ കൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? ദൈവത്തിലേക്ക് ചെല്ലുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന ഒരാളെയും ദൈവം എന്ത് ചെയ്യുന്നില്ല? കൈവിട്ട് കളയുന്നില്ല. ദൈവം വേറൊന്നും അതിൻ്റെ മേൽ നോക്കുവാൻ ഇടയായി തീരുന്നില്ല. നീ ഏത് ജാതിയാണെന്നോ, ഏത് വംശമാണെന്നോ, നീ ഏത് ഭാഷക്കാരനാണെന്നോ, അല്ല നിന്റെ കുടുംബമഹിമ എന്തെന്നോ, അല്ല നിന്റെ സ്വഭാവം എന്താ, ഇതൊന്നും നോക്കിയിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുക ഇടയായി തീർന്നത്. അവനെ ആശ്രയിക്കുന്ന ഒരാളെയും എന്ത് ചെയ്യുന്നില്ല? ദൈവം കൈവിടുവാനായിട്ട് ഇടയായി തീർന്നില്ല. നമ്മൾ ഈ ദിവസങ്ങളിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമുക്ക് വേദനകൾ തോന്നാം, നമുക്ക് ചിന്താഭാരങ്ങൾ കൂടാം, നമ്മൾ പലതും ചിന്തിച്ചു കൂട്ടുകയാണ്. ജോലി നഷ്ടപ്പെടാത്തവർ ജോലി നഷ്ടപ്പെട്ടു എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് പെരുമാറുന്നതായിട്ട് കാണാം. നാളെ യുദ്ധം, അതെ, എല്ലാം ഉണ്ട്. നമ്മുടെ വിവേകത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ശരിയാണ്, യുദ്ധം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ക്രൈസിസ് ഉണ്ട്. ശരിക്കും നമ്മൾ യുദ്ധത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ക്രൈസിസ് ഉണ്ട്. നമ്മൾ പക്ഷേ വിവേകം കാണിക്കേണ്ടത് നമ്മൾ വളരെ കൃത്യതയോടെ ഇത് യൂസ് ചെയ്യുവാനിടയായിട്ടുണ്ട്. എന്തെങ്കിലും നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു സംതൃപ്തിയോടെയും അത് ദൂർത്തടിച്ച് കളയാതെ ഉപയോഗിക്കാൻ മാത്രമേ അതിൻ്റെ അകത്ത് നമ്മൾ ഇടപെടുവാനിടയാവുള്ളൂ. അതല്ലാതെ കൂടുതലായി ചിന്തിച്ച് അമിതഭാരം കയറ്റി നമ്മൾ അധികമായി ചിന്തിച്ച് നമ്മുടെ മനസാന്നിധ്യം അല്ലെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി കളയാനിടയാണ്. നമ്മളെ കാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുവാൻ തയ്യാറാകണം. നമ്മൾ ഈ വഴികളിൽ കൂടെ നടത്തുമ്പോഴും നമ്മുടെ ഓരോ അവസ്ഥയും, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവം അറിയുന്നില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ പട്ടിണി കിടക്കത്തില്ല എന്ന് ചിന്തിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അതല്ല, ഇനിയും ഈ യുദ്ധത്തിൻ്റെതായ പ്രശ്നങ്ങളിൽ വർഷങ്ങളോളം അനുഭവിക്കുന്ന അനേകരുണ്ട്. എത്രയോ വർഷങ്ങൾ കൊണ്ട് ചില രാജ്യങ്ങൾ അനുഭവിക്കുന്നു.
നമുക്ക് എന്താണ്, നമ്മളെ കാക്കുന്ന ഒരു ദൈവമുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ പ്രതിസന്ധികളിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കരുത് എനിക്ക് മാത്രം നന്മയുണ്ടാകണം, ഞാൻ മാത്രം വളരെ സേഫായിട്ട് പോകണം, ഞാൻ മാത്രം നന്നായി പോയിക്കൊണ്ടിരിക്കണം, എൻ്റെ ദൈവമേ നീ എന്നെ മാത്രം എൻ്റെ കാര്യം നോക്കണേ, എൻ്റെ ജോലി ശരിയാക്കണേ, എൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണേ, എൻ്റെ കുടുംബത്തെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നവര്, വേദനകളിൽ കൂടെ കടന്നു പോകുന്ന ആ ജനത്തെ കൂടി നമ്മൾ ഓർക്കുവാനിടയായി തീർന്നു. ഇത് മറ്റു മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പീഡനങ്ങൾ അനുഭവിക്കുന്ന ക്രിസ്ത്യാനികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്ന് ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ അവർ ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളെ വിട്ടെറിഞ്ഞിട്ട് ഒന്നുമില്ലാതെ കടന്നു പോകേണ്ട, പിച്ചക്കാരെ പോലെ കടന്നു പോകേണ്ട ആൾക്കാരുണ്ട്. അനേകരെ ഇന്ന് നാട് കടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെയും പ്രാർത്ഥിക്കുന്നത്. നാളെ നഷ്ടപ്പെട്ടില്ല, പക്ഷെ അതിന് മുന്നമേ നമ്മൾ ചിന്തിച്ചു കൂട്ടുകയാണ് നഷ്ടപ്പെടാൻ പോവുകയാണ്. നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടാൻ ഇല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവരിൽ ഒന്നും നഷ്ടപ്പെടുവാനില്ല. ഇന്നേക്ക് ഉള്ളത്, നിങ്ങൾക്ക് അന്നേക്കുള്ളത് മാത്രം മതിയെന്ന് കരുതി പറഞ്ഞ ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്, അല്ലേ? നിങ്ങൾക്ക് ഉണ്ണുവാനോ ഉടുക്കുവാനോ ഉണ്ടെങ്കിൽ അത് മതി. നിങ്ങൾ ആദ്യം സ്വർഗരാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾക്ക് സകലതും കിട്ടുമെന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ മക്കളായ നമ്മൾ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ പ്രയാസ വിഷയങ്ങൾ, ഇന്ന് പ്രാർത്ഥന വിഷയങ്ങൾ പ്രയോറിറ്റിയായി വന്നിരിക്കുന്നത് എന്താണ്? ഞാനും എൻ്റെ കുടുംബവും, എൻ്റെ ജോലി, എൻ്റെ നന്മ. നമ്മൾ എത്ര സെൽഫിഷാണ്, നമ്മൾ വളരെ സെൽഫിഷാണ്. ലോകം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും, ക്രിസ്ത്യാനി എന്ന പേരിൽ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും, സുവിശേഷത്തിന്റെ പേരിൽ മറ്റുള്ളവർ പീഡിപ്പിക്കപ്പെടുമ്പോഴും നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് പോകാനായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തെ പുതുക്കാനല്ല നമ്മൾ അപ്പോഴും ചിന്തിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിപ്പാനല്ല നമ്മൾ അന്നേരം ചിന്തിക്കുന്നത്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. ഏലിയാവിന് ക്ഷാമം ഉണ്ടായപ്പോൾ ദൈവം പെട്ടെന്ന് ഏലിയാവിനെ കാക്കിക്കൊണ്ട് ആഹാരം കൊടുത്ത് ദൈവം നമ്മുടെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും അവൻ നമ്മളെ കൈവിടുകയില്ല. നമ്മുടെ ആവശ്യങ്ങളെ ദൈവം കാണാതിരിക്കുന്നില്ല. എന്നാൽ ഇന്ന് ഈ അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകണം എന്നതാണ് ദൈവ പദ്ധതിയെങ്കിൽ അതിൽ കൂടെ നമ്മൾ കടന്നു പോയേ മതിയാകൂ. അതിന്റെ നടുവിൽ നമ്മളെ കൈവിടാതെ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ധൈര്യമുള്ളവരായിരിക്കാം, നമ്മൾ പ്രത്യാശയുള്ളതായിരിക്കാം, നമ്മൾ സമാധാനമുള്ളവരായിരിക്കാം. ഇന്ന് ക്രിസ്തുവിനെ അനുഭവിച്ചതിന് നമ്മൾ സന്തോഷമുള്ളവരായിരുന്നില്ല എങ്കിൽ, നമ്മൾ ആശ്വാസം കൊടുക്കുന്നവരായിരുന്നില്ല എങ്കിൽ, നമ്മൾ സമാധാനമുള്ളവരായിരുന്നില്ല എങ്കിൽ എങ്ങനെ മറ്റു ജനം ഇവിടെ നിൽക്കുവാനിടയായി തീരും? നമ്മൾ ആ ദൂതുകളെ അവരിലേക്ക് എത്തിക്കേണ്ടവരാണ്, സമാധാനത്തെ അവരിലേക്ക് എത്തിക്കേണ്ടവരാണ്, സന്തോഷം അവർക്ക് വേണ്ടി കൊടുക്കേണ്ടവരാണ്. ക്രിസ്തുവിനെ കാണിക്കേണ്ട സ്വഭാവം കാണിക്കേണ്ട നമ്മൾ ഇന്ന് നിലനിൽക്കുവാൻ തയ്യാറായില്ല എങ്കിൽ, നമുക്ക് ധൈര്യമില്ല എങ്കിൽ, നമ്മൾ എങ്ങനെയാണ് ഈ വചനത്തോട് നീതി പുലർത്തുന്നത്? എങ്ങനെയാണ് ഈ വചനം മറ്റുള്ളവർക്ക് എത്തിക്കുവാൻ പോകുന്നത്? അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സങ്കീർത്തനം 100:5 പറയുന്നു, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്ത തലമുറയോളം ഇരിക്കുന്നു. നമ്മുടെ അപ്പന്മാരോട് ചെയ്ത വിശ്വസ്തത, നമുക്ക് നേരത്തെ കിട്ടിയ വിശ്വസ്തത, ഇന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് കൊടുക്കുന്ന വിശ്വസ്തത, ഇത് തലമുറയായി വിശ്വസ്തനായി കൂടെ ഇരിക്കുന്ന ദൈവം കൂടെയുള്ളപ്പോൾ ഒരു സാഹചര്യത്തിലും ആരും ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ ധൈര്യത്തോടെ ഇന്ന് മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായി ജീവിക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.